ഐഫോണിൽ എങ്ങനെയാണ് കോൾ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഐഫോൺ 18 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തവർക്കല്ല, 18.1 അപ്ഡേറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉള്ളത്. കാരണം നമ്മൾ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ പേര് മെസ്സേജ് അയച്ച ഒരു കാര്യമാണ്, പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടും കോൾ റെക്കോർഡും ആപ്പിളിന്റെ AI ഓപ്ഷനും കാണുന്നില്ല എന്നുള്ളത്. ഇത് രണ്ട് ഓപ്ഷനും 18.1ലാണ്. ചില ഫോണുകൾക്കൊക്കെ ഈ ഒരു അപ്ഡേഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഐഫോണിന്റെ സെറ്റിംഗ്സിൽ വന്നിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നോക്കുക, നമ്മൾ 18.1 ആണോ എന്നുള്ളത്. 18.1ൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. 18 ആണെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ കോൾ റെക്കോർഡും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനും കാണില്ല. ഇനി എങ്ങനെയാണ് കോൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു കോൾ വരുന്ന സമയത്ത് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുക. കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണാൻ പറ്റും ഒരു കോൾ റെക്കോർഡിങ്ങിൻ്റെ സിമ്പിൾ ഇവിടെ. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ താഴെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫോണിലാണ് ഞാൻ കോൾ ചെയ്യുന്നത്. അതിൽ ഒരു സൗണ്ട് കൂടെ വരുന്ന കേൾക്കാം, അതായത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും, നമ്മൾ കോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അവരുടെ ഫോണിലേക്ക് പോകും. ഇനി ഈ ഒരു കോൾ റെക്കോർഡ് എങ്ങനെ ഷെയർ ചെയ്യാം, എവിടെയാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. നമ്മൾ കോൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൾ വ്യൂ സേവ്ഡ് എന്നുണ്ടാവും. നോട്ട്സിലാണ് സേവ് ആകുന്നത്. നമുക്കിത് പ്ലേ ചെയ്യാം. ഇനി ഷെയർ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഈ ഒരു നമ്പറിൽ നിന്ന് വരുന്ന കോളുകളൊക്കെ ഇതിൽ വരും. ഇനി വേറെ ഒരാളാണെങ്കിൽ അവരെ ഈ ലൈറ്റ് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി ഇവിടെ ഷെയർ കൊടുത്തിട്ട് നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും ഈ ഒരു കോള് ഷെയർ ചെയ്യാം. നല്ല ക്വാളിറ്റിയാണ് കോൾ റെക്കോർഡിങ്ങിന്.